आप सभी को तहे दिल से स्पोकन हिंदी की रास में स्वागत करती हूँ। मेरा नाम है रम्या। आइए आज हम कुछ फ्रेസസ് പഠിക്കുക. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെറിയ ചെറിയ പ്രയോഗങ്ങളാണ്. എങ്ങനെ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വെക്കാബുലറീസ് അതെങ്ങനെ സെൻറ്റൻസ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ട് ആളുകളെടുത്ത് ഉപയോഗിക്കാം എന്നൊക്കെയാണ് നമ്മൾ ഡെയിലി റൊട്ടീനിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് എല്ലാം പറയുക. അതേപോലെ നമുക്ക് വളരെ ആക്റ്റീവായിട്ടൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ നമ്മൾ ഹിന്ദിയിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വളരെ ഫ്രീ ഓഫ് കോസ്റ്റിൽ നിങ്ങൾക്കതിൽ ചോദിക്കാം. നിങ്ങളുടെ ആക്റ്റീവായിട്ട് ഇരിക്കാം. എന്ത് ഡൗട്ടുകളും കാര്യങ്ങളും ഡിസ്കഷനും ഒക്കെ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ നല്ല ആക്റ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, നൗ മൂവിങ് ടു ദ ടോപ്പിക്. ഈറ്റ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. ഈറ്റ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ പറയാം? നാഷ്ത കർലോ. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പറയുന്നത് നാഷ്ത എന്നാണ്. ഓക്കെ, ഈറ്റ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്, നാഷ്ത കർലോ. വാഷ് യുവർ ഹാൻഡ്സ്. വാഷ് യുവർ ഹാൻഡ്സ് എങ്ങനെ പറയാം? കൈകൾ കഴുകൂ. അപ്ന ഹാത്ത് ധോ ലോ. ധോന എന്ന് പറഞ്ഞാൽ കഴുകുക എന്നർത്ഥം. ഓക്കെ, ഹാത്ത് എന്ന് പറഞ്ഞാൽ കൈ. വാഷ് യുവർ ഹാൻഡ്സ്, അപ്ന ഹാത്ത് ധോ ലോ. ഓക്കെ, ഐ ഹാവ് ടു സേ സംതിങ്. മുझे कुछ कहना है. ഒരു പാട്ടിലെ മുझे कुछ कहना है, CD മൂസയിലെ. അതെ, അതിൻ്റെ അർത്ഥം എന്താണ്? ഐ ഹാവ് ടു സേ സംതിങ്. ഐ ഹാവ് ടു സേ സംതിങ്. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. യു ആർ സോ ലേസി എങ്ങനെ പറയാം? തും ബഹത് ആലസി ഹോ. ബഹത് ആലസി ഹോ. സോ ലേസിയുടെ മീനിങ് എന്താണ്? ആലസി എന്നാണ്. ഐ നീഡ് ദിസ്. ഐ നീഡ് ദിസ്. എനിക്കിത് വേണം. മുझे इसकी ज़रूरत है. मुझे इसकी ज़रूरत है. ഓക്കെ, നെക്സ്റ്റ് വേർഡ് കൗണ്ട് ദ മണി. പേസ ഗിൻലു. പേസ ഗിൻലു. ഓക്കെ, പണം എന്നുള്ളതിന് പൈസ എന്നാണ് പറയുന്നത്. കൗണ്ടിങ്ങിന് ഗിൻന എന്നാണ് പറയുക. അപ്പം നാ കട്ട് ചെയ്തു ഗിൻ ലോ. കൗണ്ട് ദ മണി. പേസ ഗിൻ ലോ എന്നാണ്. ഇറ്റ് സ്ലിപ്ഡ് ഔട്ട് ഓഫ് മൈ മൈൻഡ്. യെ മേരെ ദിമാഗ് സെ നിക്കൽ ഗയ. അയ്യോ, എൻ്റെ മൈൻഡിൽ നിന്ന് അത് വിട്ടേ പോയിട്ടോ എന്നുള്ളത് നമ്മൾ പറയില്ലേ, അതിനെങ്ങനെ പറയാം? യെ മേരെ ദിമാഗ് സെ നിക്കൽ ഗയ. യെ മേരെ ദിമാഗ് സെ നിക്കൽ ഗയ എന്ന് നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ് യു സീംസ് ടു ബി അപ്സെറ്റ്. നിങ്ങൾ വളരെ അപ്സെറ്റ് ആയിരിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ പറയാം, ആപ് ഉദാസ് ലഗ് രഹേ ഹോ. ആപ് ഉദാസ് ലഗ് രഹേ ഹോ. നിങ്ങൾ വളരെ അപ്സെറ്റ് ആയിട്ടിരിക്കുന്നല്ലോ. എന്തു പറ്റി? ആപ് ഉദാസ് ലഗ് രഹേ ഹോ. എന്തു പറ്റി എന്നുള്ളത് നമുക്ക് എന്ത് വയ്ക്കാം? ക്യാ ഹുവാ. ഓക്കെ, ആപ് കേസേ ഹോ. ഹൗ ആർ യു അല്ലേ? ആപ് കേസേ ഹോ, ഹൗ ആർ യു. ആപ്സെ മിൽക്കർ അച്ഛാ ലഗ. ആപ്സെ മിൽക്കർ അച്ഛാ ലഗ. നൈസ് ടു മീറ്റ് യു എന്നാണ് കേട്ടോ. അത് ഞാൻ ഹിന്ദി പറഞ്ഞത് നിങ്ങളിലേക്ക് ആ ഇംഗ്ലീഷിൻ്റെ മീനിങ് കൺവേർട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മേ ബഡിയാ ഹോ ഓർ ആപ് കേസേ ഹോ എങ്ങനെയാണ്? അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഇപ്പം നമ്മൾ ആപ് കേസേ ഹോ എന്ന് ചോദിച്ചില്ലേ, അപ്പം അതിന് അച്ചാഹും അച്ച എന്നൊക്കെയാണ് പലരും ആൻസർ പറയുക. പക്ഷെ അത് വിട്ടിട്ട് മേ ബഡിയാ ഹും എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം? ആപ് കേസേ ഹോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് മേ ബഡിയാ ഹും എന്ന് പറയാം. തിരിച്ച് നമുക്ക് അപ്പം തന്നെ എന്ത് ചോദിക്കാം? और आप कैसे हो. और आप कैसे हो. അപ്പം തിരിച്ചവർ പറയും മേ ബി ബഹുത് ബഡിയാ ഹോ എന്ന് പറയും. ഓക്കെ, എന്താണ് വാട്സ്ആപ്പ് ദീസ് ഡേയ്സ്? കുറെ കാലമായല്ലോ, എന്താ ഇപ്പം നടക്കുന്നത് ചോദിക്കണം. അപ്പം നമ്മളങ്ങനെ ചോദിക്കും, ആജ്കൽ ക്യാ ഹോ രഹാ ഹേ. ഇവിടെ സ്കൂളിൽ നമ്മളെപ്പോഴും ചോദിക്കും ക്യാ ചൽ രഹാ ഹേ എന്ന്. അപ്പം ഇവിടെ സെർവറൊക്കെ പറയും
ഫോഗ് ചൽ രഹാ ഹേ. പെട്ടെന്ന് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ അത് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതാണ് കേട്ടോ, കോമഡി ആയിട്ട് പറയുന്നതാണ്. ഓക്കെ, ആജ്കൽ ക്യാ ഹോ രഹാ ഹേ എന്ന് നമുക്ക് ചോദിക്കാം. ഓക്കെ, ആപ്കാ കാം കേസാ ചൽ രഹാ ഹേ, എന്താണ് അതിൻ്റെ അർത്ഥം? ഹൗ എബൌട്ട് യുവർ വർക്ക്, നിങ്ങളുടെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കാം. ആപ്കാ ക്യാ കാം കേസാ ചൽ രഹാ ഹേ, ആപ്കാ കാം കേസാ ചൽ രഹാ ഹേ. അപ്പോൾ നമുക്കറിയാം, ഓ ഓൾ ഇസ് വെൽ എങ്ങനെ പറയാം? സബ് ബഡിയ, സബ് ബഡിയ ചൽ രഹാ ഹേ, സബ് ബഡിയ ഹേ എന്ന് പറഞ്ഞാൽ മതി. എവർ കം ടു അസ്, കഭി ഹമാരെ പാസ് ആവോ. എവർ കം ടു അസ്, കഭി ഹമാരെ പാസ് ആവോ, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വരാം. എവർ കം ടു അസ്. വേർ ആർ യു പുട്ടിംഗ് അപ്പ്, ആപ് കഹാം പർ ടഹരെ ഹോ, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? വേർ ആർ യു പുട്ടിംഗ് അപ്പ്, ആപ് കഹാം പർ ടഹരെ ഹോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് വേർഡ്സ്, സെൻറ്റൻസ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഡെയിലി ലൈഫിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സാണ്, വൊക്കാബുലറീസ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം മാറ്റിയും രൂപകൽപ്പന ചെയ്തും ഉപയോഗിക്കാൻ പറ്റുന്ന സെൻറ്റൻസുകളാണ്. ഓക്കെ, താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. God bless you.